വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവമയവിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപത്മകൽപ്പേ തുമുദ്ധമിത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയ വാസവിഷ്ണോ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 33-ാമത്തെ ദശകത്തിൽ അംബരീഷ ചരിത്ര വർണ്ണനമാണ് ചെയ്യാൻ പോകുന്നത്. 33-ാമത്തെ ദശകം അംബരീഷ ചരിത്രം. പൈവശദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതാംബരീഷഃ സപ്താർണവ ആവൃതമഹീദയിതാഭിരേമി തുത്സംഗിഷു ത്വയിജമഗ്നമനാഃ സദാ ഏവ. പൈവശദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതാംബരീഷ സപ്താർണവ ആവൃതമഹിദയിത അഭിരേമേ തുത്സംഗിഷു ത്വയിജമഗ്നഃ മനഃ സദാ ഏവ. വൈവസ്വത ആഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സൂത അംബരീഷ സപ്ത ആർണവ ആവൃതമഹീദയിത അഭിരേമേ തത്സംഗിഷു ത്വയിജമഗ്നമനാഃ സദാ ഏവ. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുതാംബരീക്ഷ സപ്താർണവാവൃതമഹീദയിതോഭിരേമേ സ്വസംഗീഷു ദ്വൈജമഗ്നമനാഃ സദൈവ. വൈവസ്വതനെന്ന മനുവിൻ്റെ പുത്രനായ നഭാഗനിൽ നിന്നും ജനിച്ച നാഭാഗ മഹാരാജാവിൻ്റെ തനയനായ അംബരീക്ഷൻ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായിരുന്നിട്ടും അങ്ങയുടെ ഭക്തന്മാരിലും നിന്ദരവിടിലും എല്ലായ്പ്പോഴും ലയിച്ച മനസ്സോടു കൂടിയവനായി പരമാനന്ദത്തോടു കൂടി വസിച്ചു. വൈവസ്വതൻ എന്ന മനുവിൻ്റെ പുത്രനായ നഭാഗനിൽ നിന്നും ജനിച്ച നാഭാഗ മഹാരാജാവിൻ്റെ തലയനായ അംബരീക്ഷൻ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായിരുന്നിട്ടും അങ്ങയുടെ ഭക്തന്മാരിലും നിന്ദരവിടിലും എല്ലായ്പ്പോഴും ലയിച്ച മനസ്സോടു കൂടിയവനായിട്ട് പരമാനന്ദത്തോടു കൂടി വസിച്ചു. 2-ാമത്തെ ശ്ലോകം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതാസ്യ ഭക്ത്യായേവ ദേവനജിരാത് അഭ്യദാഃ പ്രസാദം ഏനാസ്യ യാചനം ഹൃദേപി അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രഭിതതാര സഹസ്രധാരം. ത്വത്പ്രീതയേ സകലം ഏവം വിതന്വതസ്യ ഭക്ത്യായേവ ദേവനജിരാത് അഭ്യദാ പ്രസാദം ഏനാസ്യ യാചനം ഹൃദേപി അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രഭിതതാര സഹസ്രധാരാം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതഃ അസ്യ ഭക്ത്യാ ഏവ ദേവനചിരാത് അഭ്യദാഃ പ്രസാദം യേന അസ്യ യാചനം ഹൃദേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രഭിതതാര സഹസ്രധാരം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവ നചിരാത് പ്രസാദം യേനാസ്യ യാചനം ഹൃദേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രഭിതതാര സഹസ്രധാരം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവ നചിരാത് അഭ്യദാഃ പ്രസാദം യേനാസ്യ യാചനമൃതേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രഭിതതാര സഹസ്രധാരം. അല്ലേ ഭഗവാൻ, സമസ്ത കർമ്മങ്ങളും അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി തന്നെ അനുഷ്ഠിക്കുന്നവനായ അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് തന്നെ താമസിയാതെ നിന്തിരുപടി പ്രസാദിച്ചരുളി. യാതൊന്നുകൊണ്ട് പ്രാർത്ഥന കൂടാതെ തന്നെ ഇവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്തിരുപടി 1000 മുനകളോട് കൂടിയ സുദർശനമെന്ന ചക്രത്തെ അയച്ചു കൊടുത്തു. അല്ലേ ഭഗവാൻ, സമസ്ത കർമ്മങ്ങളും അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി തന്നെ അനുഷ്ഠിക്കുന്നവനായ അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് തന്നെ താമസിയാതെ നിന്തിരുവടി പ്രസാദിച്ച് അരുളിയും. യാതൊന്നുകൊണ്ട് പ്രാർത്ഥന കൂടാതെ തന്നെ ഇവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നെന്തിരുവടി 1000 മുനകളോട് കൂടിയ സുദർശനമെന്ന ചക്രത്തെ അയച്ചു കൊടുത്തു. മൂന്നാമത്തെ ശ്ലോകം. സദ്വാദശി പ്രഥമതോ ഭവദർശനാർത്ഥം വർഷന്തതൗ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വനെ പൂജാം ദുദേഷു വിസൃജന് പശുഷഷ്ടികോടിം. സദ്വാദശി പ്രഥമ
അതോ ഭവത് അർച്ചനാർത്ഥം വർഷം ദദൗ മധുവനെ യമുനാ ഉപകണ്ഠ പത്ന്യാ സമം സുമനസാ മഹതീം വിധന്വൻ പൂജാം ദ്വിജേഷു വിസർജൻ പശുഷഷ്ടികോടിം സ ദ്വാദശീ വ്രതം അഥോ ഭവത് അർച്ചനാർത്ഥം വർഷം ദദൗ മധുവനെ യമുനാ ഉപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിധന്വൻ പൂജാ ദ്വിജേഷു വിസർജൻ പശുഷഷ്ടികോടിം. അതിൽ പിന്നെ അദ്ദേഹം പത്നിയോടുകൂടി പുഷ്പങ്ങളെ കൊണ്ട് അത്യുത്കൃഷ്ടമായ പൂജയെ ചെയ്യുന്നവനായി മഹാബ്രാഹ്മണർക്ക് 60 കൊല്ലം മുഴുവൻ അങ്ങയെ ആരാധിക്കുന്നതിന് വേണ്ടി ദ്വാദശവ്രതത്തെ അനുഷ്ഠിച്ചു. അതിൽ പിന്നെ അദ്ദേഹം പത്നിയോടുകൂടി പുഷ്പങ്ങളെ കൊണ്ട് അത്യുത്കൃഷ്ടമായ പൂജയെ ചെയ്യുന്നവനായി മഹാബ്രാഹ്മണർക്ക് 60 കൊല്ലം മുഴുവൻ അങ്ങയെ ആരാധിക്കുന്നതിന് വേണ്ടി ദ്വാദശവ്രതത്തെ അനുഷ്ഠിച്ചു. 4-ാമത്തെ ശ്ലോകം. തത്രാദപാരണദിനെ ഭവദർച്ചനാന്തേ ദുർവാസസാ അസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും പ്രഥസഃ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമ യമുനാം നേമാൻ വിദ്യാസ്യൻ. തത്രാദപാരണദിനെ ഭവദർച്ചനാന്തേ ദുർവാസസാ അസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും പ്രഥസഃ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമ യമുനാം നേമാൻ വിദാസ്യൻ. തത്ര അത പാരണദിനെ ഭവത് അർച്ചന അന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും പ്രതഃ സഹ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമ യമുനാം നേമാൻ വിരാസ്യൻ. തത്രാദ പാരണദിനെ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും പ്രതഃ സ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമ യമുനാൻ നേമാൻ വിദസ്യാൻ. അനന്തരം അവിടെ പാരണ ദിവസത്തിലെ ഭഗവത് പൂജയുടെ അവസാനം ദുർവാസസ് എന്ന മഹർഷിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനം പ്രാപിക്കപ്പെട്ടു. പരോപദ്ര സ്വഭാവത്തോടുകൂടി ആ മഹർഷിയാവട്ടെ അംബരീഷ മഹാരാജാവിനാൽ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടവനായി നിത്യാനുക്രാമ സൃഷ്ടത്തിന് വേണ്ടി യമുനാ നദിയിലേക്ക് പതുക്കെ യാത്രയായി. മീനിങ് ഒന്നുകൂടെ വൃത്തിയായിട്ട് ചൊല്ലലാം. അനന്തരം അവിടെ പാരണ ദിവസം 4-ാമത്തെ ശ്ലോകത്തിൻ്റെ മീനിങ് ഒന്നുകൂടെ പറയാം. അനന്തരം അവിടെ പാരണ ദിവസത്തിൽ ഭഗവത് പൂജയുടെ അവസാനം ദുർവാസസ് എന്ന മഹർഷിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനം പ്രാപിക്കപ്പെട്ടു. പരോപദ്ര സ്വഭാവത്തോടു കൂടിയ ആ മഹർഷി ആവട്ടെ അംബരീഷ മഹാരാജാവിനാൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവനായി നിത്യകർമാനുസൃഷ്ടത്തിന് വേണ്ടി യമുനാ നദിയിലേക്ക് പതുക്കെ യാത്രയായി. അനന്തരം അവിടെ പാരണ ദിവസത്തിലെ ഭഗവത് പൂജയുടെ അവസാനം ദുർവാസസ് എന്ന മഹർഷിയാൽ ഇദ്ദേഹത്തിൻ്റെ ഭവനം പ്രാപിക്കപ്പെട്ടു. പരോപദ്ര സ്വഭാവത്തോടു കൂടിയ ആ മഹർഷി ആവട്ടെ അംബരീഷ മഹാരാജാവിനാൽ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടവനായി നിത്യകർമാനുഷ്ഠാനത്തിന് വേണ്ടി യമുനാ നദിയിലേക്ക് പതുക്കെ യാത്രയായി. 5-ാമത്തെ ശ്ലോകം. എനിക്ക് വായിച്ച 5 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്ര സുധാംബരീക്ഷ സപ്താർണവാവൃതമഹീ ദഹിതാവിരേമേ ത്വത്സംഗിഷുത്വയുജമഗ്നമനാസദായേവ ത്വത്പ്രീതയേ സകലമേവ വിതന്വതസ്യ ഭക്ത്യാ ഏവ ദേവനജിരാത് അഭ്യതാ പ്രസാദം ഏനാസ്യയാജനം മൃതേഭി അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം സദ്വാദശീവ്രതം അധോ ഭവത് അർച്ചനാർത്ഥം വർഷം ദദൗ മധുവനെ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം വിജേഷ്യ വിസർജൻ പശുഷഷ്ടികോടിം തത്രാദപാരണദിനെ ഭവദർശനാന്തേ ദുർവാസസാ അസ്യ മുനിനാ ഭവനം പ്രവേദേ ഭോക്തും പ്രതഃ സഹ നൃപേണ പരാർത്തിശീലഃ മന്ദം ജഗാമ യമുനാം നേമാൻ വിദാസ്യാൻ. രാജ്ഞാതത്പാരണമുഹൂർത്ത സമാപ്തിഖേദാത് വാരായേവ പാരണം അകാരി ഭവത്പരേണ പ്രാപ്ത മുനിഃ തത് ദിവ്യദൃശാഭിജാനൻ ക്ഷിപ്യൻ കൃതാ ഉദ്ധ്യുത ജഡഃ വിദതാനകൃത്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.